പോഷൻ ട്രാക്കറിലെ ബെനഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് സ്വീകരിക്കുന്ന വിധം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും നിരസിക്കുന്ന വിധം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അതായത് ഗുണഭോക്താക്കൾക്ക് പോഷൻ ട്രാക്കറിലെ ബെനഫിഷ്യറി ലോഗിൻ വഴി നേരിട്ട് രജിസ്ട്രേഷൻ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ബന്ധപ്പെട്ട അങ്കണവാടി ടീച്ചറുടെ പോഷൻ ട്രാക്കറിലേക്ക് ഒരു രജിസ്ട്രേഷൻ റിക്വസ്റ്റ് വരുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ലഭിക്കുന്ന രജിസ്ട്രേഷൻ റിക്വസ്റ്റുകൾ ബന്ധപ്പെട്ട അങ്കണവാടി ടീച്ചർമാർ കൃത്യമായി പരിശോധിക്കേണ്ടതും ശരിയായിട്ടുള്ള എൻട്രികൾ അക്സെപ്റ്റ് ചെയ്യേണ്ടതും തെറ്റായിട്ടുള്ള എൻട്രികൾ റിജക്റ്റ് ചെയ്യേണ്ടതുമാണ്. അപ്പോൾ അതിനായിട്ട് പോഷൻ ട്രാക്കറിലെ ഹോം പേജിൽ ബെനഫിഷ്യറി ഇൻ്റർഫേസ് റിക്വസ്റ്റ് എന്നൊരു രജിസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രജിസ്റ്ററിലാണ് ഗുണഭോക്താക്കൾ നേരിട്ട് ചെയ്യുന്ന രജിസ്ട്രേഷൻ റിക്വസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കുക. സമാനമായിട്ടുള്ള രീതിയിൽ തന്നെ ഏറ്റവും താഴെ വലതുവശത്ത് കാണുന്ന മോർ എന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താലും ഇതേ രീതിയിൽ ബെനഫിഷ്യറി ഇൻ്റർഫേസ് റിക്വസ്റ്റ് എന്ന ഒരു രജിസ്റ്റർ കാണാൻ സാധിക്കും. ചില വെർഷനുകളിൽ ബെനഫിഷ്യറി രജിസ്ട്രേഷൻ റിക്വസ്റ്റ് എന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു രജിസ്റ്റർ കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു രജിസ്റ്റർ ഓപ്പൺ ആയിട്ട് വരും. ഈ ഒരു രജിസ്റ്ററിൽ നമുക്ക് 3 ലിസ്റ്റുകളാണ് കാണാൻ സാധിക്കുക. 1 പെൻഡിങ്, 2 ആക്സെപ്റ്റഡ്, 3 റിജക്റ്റഡ് എന്നത്. ഇതിൽ പെൻഡിങ് എന്നതിൽ രജിസ്ട്രേഷൻ റിക്വസ്റ്റുകൾ അയച്ചിട്ടുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് നമുക്ക് ഇതേ രീതിയിൽ കാണാൻ സാധിക്കും. അതിൽ ഗുണഭോക്താക്കളുടെ പേര്, വിവരങ്ങൾ, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ റിക്വസ്റ്റ് അയച്ചിട്ടുള്ള തീയതി തുടങ്ങിയ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുക. ഓരോ ഗുണഭോക്താവിൻ്റെയും പേരിൻ്റെ താഴെ വലതുവശത്തായിട്ട് വ്യൂ പ്രൊഫൈൽ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതേ രീതിയിൽ അവരുടെ പ്രൊഫൈൽ കാണാൻ സാധിക്കും. പ്രൊഫൈലിൽ ഏറ്റവും മുകളിലായി തന്നെ ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പർ കാണാൻ സാധിക്കും. തൊട്ടു താഴെയായിട്ട് ആധാറിൻ്റെ അവസാനത്തെ 4 അക്കങ്ങളും താഴെയായിട്ട് മറ്റനുബന്ധ വിവരങ്ങളും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മൊബൈൽ നമ്പർ വഴി ഗുണഭോക്താവിനെ നേരിട്ട് ബന്ധപ്പെടാനും ഈ ഒരു രജിസ്ട്രേഷൻ കൃത്യമാണോ എന്ന കാര്യം ഉറപ്പുവരുത്താനും സാധിക്കുന്നതാണ്. അങ്ങനെ ശരിയായിട്ടുള്ള രജിസ്ട്രേഷൻ റിക്വസ്റ്റ് ആണ് എങ്കിൽ ഏറ്റവും താഴെ പച്ച നിറത്തിൽ കാണുന്ന ഈ ഒരു ആക്സെപ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു ഗുണഭോക്താവിനെ നമ്മുടെ പോഷൻ ട്രാക്കറിലെ രജിസ്റ്ററിലേക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അഥവാ തെറ്റായിട്ടുള്ള റിക്വസ്റ്റ് ആണ് എങ്കിൽ താഴെ ചുവപ്പ് നിറത്തിൽ കാണുന്ന റിജക്റ്റ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് നിരസിക്കുവാനും സാധിക്കുന്നതാണ്. റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ 1-2 കാര്യങ്ങൾ പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഒന്ന്, ഈ ഒരു ഗുണഭോക്താവ് നമ്മുടെ അങ്കണവാടി പ്രദേശത്ത് സ്ഥിരമായോ അതല്ലെങ്കിൽ താൽക്കാലികമായോ താമസിക്കുന്ന ആളാണോ എന്ന കാര്യം ഉറപ്പുവരുത്തണം. കാരണം സമാനമായിട്ടുള്ള പേരുകളിൽ തന്നെ 1-ൽ കൂടുതൽ അങ്കണവാടികൾ ഒരേ പ്രദേശത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗുണഭോക്താവ് അങ്കണവാടി സെലക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാനും തെറ്റായിട്ടുള്ള റിക്വസ്റ്റുകൾ നമ്മുടെ പോഷൻ ട്രാക്കറിലേക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗുണഭോക്താവിനെ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം പ്രത്യേകം ഉറപ്പുവരുത്തേണ്ടതാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ ഈ ഒരു ഗുണഭോക്താവിനെ നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും ഈ ഒരു ഗുണഭോക്താവ് നിങ്ങളുടെ രജിസ്റ്ററിൽ ഉണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യണം. അങ്ങനെ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഗുണഭോക്താവാണ് എങ്കിൽ നിങ്ങൾ ഈ ഒരു റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യരുത്. അത്തരത്തിൽ റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്താൽ ഡബിൾ എൻട്രി അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രി വരാൻ ഇടയുണ്ട്. അപ്പോൾ ഈ ഒരു ഗുണഭോക്താവ് നിങ്ങളുടെ പോഷൻ ട്രാക്കറിലെ രജിസ്റ്ററിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ആക്സെപ്റ്റ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മൂന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള വിവരങ്ങളെല്ലാം കൃത്യമാണോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ഗുണഭോക്താവ് എലിജിബിൾ ആയിട്ടുള്ള ബെനിഫിഷ്യറി ആണോ എന്ന കാര്യം ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം അക്സെപ്റ്റ് ചെയ്യുക. ഇനി അഥവാ ഏതെങ്കിലും തരത്തിൽ അപാകതകൾ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് താഴെയുള്ള അക്സെപ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു സക്സസ് സ്ക്രീന് കാണാൻ സാധിക്കും. തുടർന്ന് നിങ്ങൾക്ക് ബെനഫിഷ്യറി രജിസ്റ്റർ ഓപ്പൺ ചെയ്ത് അതിന് മുകളിലുള്ള റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഒരു ഗുണഭോക്താവിൻ്റെ പേര് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇനി അഥവാ മുമ്പ് സൂചിപ്പിച്ചതുപോലെ രജിസ്ട്രേഷൻ റിക്വസ്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ അതിനായിട്ട് താഴെ ചുവപ്പ് നിറത്തിൽ കാണുന്ന ഈ ഒരു റിജക്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ മറ്റൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു പേജിൽ നമ്മൾ ഈ ഒരു റിക്വസ്റ്റ് റിജക്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം കൃത്യമായിട്ട് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് 3 ഓപ്ഷനുകളാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ഗുണഭോക്താവിനെ നിലവിൽ നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എങ്കിൽ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്ന ബെനഫിഷ്യറി ഓൾറെഡി രജിസ്റ്റേർഡ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇനി അഥവാ ഈ ഒരു ഗുണഭോക്താവിൻ്റെ മൊബൈൽ നമ്പറിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല അഥവാ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എങ്കിൽ രണ്ടാമതായിട്ട് കാണുന്ന കോൺടാക്ട് നമ്പർ നോട്ട് റീച്ചബിൾ എന്ന ഒരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇനി അഥവാ മുകളിൽ സൂചിപ്പിച്ച ഈ 2 കാരണങ്ങളല്ല മറ്റെന്തെങ്കിലും കാരണങ്ങളാണ് എങ്കിൽ, അതായത് ഈ ഒരു ഗുണഭോക്താവ് നമ്മുടെ അങ്കണവാടി പരിധിയിൽ പെടുന്നവരല്ല എങ്കിലോ അതുപോലെ ഈ ഒരു ഗുണഭോക്താവിൻ്റെ പ്രൊഫൈലിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിലോ
അതല്ലെങ്കിൽ ഈ ഗുണഭോക്താവ് എലിജിബിൾ അല്ല എങ്കിലൊക്കെ ഏറ്റവും താഴെ കാണുന്ന ബെനിഫിഷ്യറി ഈസ് നോട്ട് എലിജിബിൾ എന്ന ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ കൃത്യമായിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിനു ശേഷം താഴെയുള്ള കണ്ടിന്യൂ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേ രീതിയിൽ ഒരു സക്സസ് സ്ക്രീൻ കാണാൻ സാധിക്കുന്നതാണ്. പുറകോട്ട് പോയി റിജക്റ്റ് ലിസ്റ്റ് ഓപ്പൺ ചെയ്താൽ പിന്നീട് നമുക്ക് ആ ഒരു എൻട്രി ഈ ഒരു ലിസ്റ്റിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ റിജക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ എൻട്രികളും നമുക്ക് ഈ ഒരു റിജക്റ്റ് ലിസ്റ്റിലാണ് കാണാൻ സാധിക്കുക. അതുപോലെ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ എൻട്രികളും ഇത്തരത്തിൽ ആക്സെപ്റ്റ് ലിസ്റ്റിലും, കൂടാതെ പോർഷൻ ട്രാക്കറിലെ അതാത് ബെനിഫിഷ്യറി രജിസ്റ്ററിലും ആ ഒരു ഗുണഭോക്താവിന്റെ പേര് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഗുണഭോക്താക്കൾ അയക്കുന്ന രജിസ്ട്രേഷൻ റിക്വസ്റ്റുകളെ ആക്സെപ്റ്റ് ചെയ്യേണ്ടതും ആവശ്യമെങ്കിൽ റിജക്റ്റ് ചെയ്യേണ്ടതും.